रूपे सर्वेशे सर्वशक्ति समन्विते भयेभ्यस्त्राहि नो देवी दुर्गे देवी नमोऽस्तुते रोगान् शेषानपहंसि तुष्टा रुष्टा तु कामान् सकलान् भीष्टा त्वामाश्रितानां न विपन्नराणां त्वामाश्रितायाश्रयतान् प्रयान्ति सर्वाबाधा प्रशमनं त्रैलोक्यस्याखिलेश्वरी एवमेव त्वया कार्यम् अस्मद्वैरिविनाशनम्. തലസ്ഥാന നഗരമായ തിരുവനന്തപുരത്തിലെ കിഴക്കേക്കോട്ടയ്ക്ക് സമീപം കിള്ളിയാറിനോട് ചേർന്ന് ആറ്റോൽ എന്ന പുണ്യഭൂമിയിൽ സ്ഥിതി ചെയ്യുന്ന അതിപ്രസിദ്ധമായ ഭദ്രകാളി ക്ഷേത്രമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. സുന്ദരമായ അലങ്കാര ഗോപുരങ്ങൾ, കഥ പറയുന്ന ശില്പങ്ങൾ ക്ഷേത്രത്തിൽ കാണുവാനുണ്ട്. ആധുനിക വാസ്തുകലയുടെയും ശില്പശൈലിയുടെയും സാക്ഷ്യം വഹിക്കുന്ന ബിംബങ്ങൾ ക്ഷേത്രത്തിൻ്റെ അതിമനോഹര ഭാഗങ്ങളാകുന്നു. ശ്രീകോവിൽ, ചുറ്റമ്പലം, പ്രദക്ഷിണ വഴി, വിശാലമായ മിറ്റം, ക്ഷേത്രക്കുളം എന്നിവ ക്ഷേത്രത്തിൽ കാണുവാനുണ്ട്. ശിവൻ, ഗണപതി, നാഗദൈവങ്ങൾ, മാടൻ തമ്പുരാൻ എന്ന ഉപദൈവങ്ങളുടെ പ്രതിഷ്ഠകളാണ്. ആദിപരാശക്തി അമ്മയുടെ പരമോന്നത രൂപമായ ഭദ്രകാളിയാണ് പ്രധാന പ്രതിഷ്ഠ. വടക്കോട്ട് ദർശനം. കൈകളിൽ ശൂലം, കങ്കണം, അസ്സി, ഫലകം എന്നിവ ധരിച്ച് ചതുർഭുജധാരിയായി അമ്മ വേതാളപ്പുറത്ത് സ്ഥിതി ചെയ്യുന്നു. അസുര രാജാവായ ദാരുകനെ വധിക്കാൻ ശിവന്റെ 3-ാം കണ്ണുകളിൽ നിന്ന് ഉയർന്നു വന്നവളാണ് ദേവി ഭദ്രകാളി. അഭിഷ്ടവരദായിനിയും ക്ഷിപ്രപ്രസാദിനിയുമായ അമ്മ ഭക്തർക്ക് സംരക്ഷണം നൽകി മോക്ഷമേകുന്നു. കാര്യവിജയം, കർമ്മലാഭം, ഭാഗ്യവർദ്ധനം, തടസ്സ നിവാരണം, രോഗക്ഷമനം, കുടുംബഭദ്രത, ദോഷനിവാരണം, ദാമ്പത്യ സൗഖ്യം എന്നിവ അനുഗ്രഹങ്ങൾ നൽകി അമ്മ ഭക്തരുടെ ആഗ്രഹങ്ങൾ സാഫല്യീകരിക്കുന്നു. ആദിപരാശക്തി രൂപമായ ആറ്റുകാൽ അമ്മയുടെ അവതാരമായി കണ്ണകി ദേവിയെ സങ്കല്പിക്കുന്നു. ആറ്റുകാൽ അമ്മയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രബലമായ ഐതിഹ്യം തമിഴ് സംഘകലാകൃതായ ചിലപ്പതികാരവുമായി ചേർന്നിരിക്കുന്നു. ദമ്പതികളായ കണ്ണകിയും കോവലൻ്റെയും ജീവിതത്തിലേക്ക് നർത്തകിയായ മാധവി കടന്നു വരുന്നു. മാധവിക്കൊപ്പം പോയ കോവലനെ തിരികെ എത്തുമ്പോൾ സ്നേഹനിധിയായ കണ്ണകി സ്വീകരിക്കുന്നു. കണ്ണകി നൽകിയ ചിലമ്പ് വിൽക്കാനെത്തിയ കോവലനെ തെറ്റിദ്ധാരണയ്ക്ക് പുറത്ത് വ്യാപാരി രാജാവിൻ്റെ പടയാളികൾക്ക് കൈമാറി വധിക്കുകയും ചെയ്യുന്നു. തൻ്റെ ഭർത്താവിൻ്റെ മരണവാർത്ത അറിഞ്ഞ് കണ്ണകി രാജസന്നിധാനത്തിൽ എത്തുന്നു. തൻ്റെ പക്കലിരുന്ന മറ്റൊരു ചിലങ്ക നിലത്തേക്ക് എറിഞ്ഞപ്പോൾ അതിൽ നിന്നും വിലമതിപ്പുള്ള പവിളങ്ങൾ ചെതറി. രാജ്ഞിയുടെ ചിലങ്ക എടുത്തെറിഞ്ഞപ്പോൾ അതിൽ നിന്നും മുത്തുകളും. ഇത് കണ്ട് രാജാവും രാജ്ഞിയും പക്ഷാതാപത്തിനാൽ വീണു മരിക്കുന്നു. ക്രോധവും ദുഃഖവും മൂലം കണ്ണകി മധുരാ നഗരിയെ ചുട്ടിരിക്കുന്നു. ശേഷം മധുര മീനാക്ഷി അമ്മൻ്റെ അപേക്ഷ അനുസരിച്ച് കണ്ണകി ശാന്തമായി മോക്ഷം പ്രാപിക്കുന്നു. അങ്ങനെ മധുരാ നഗരി ചുട്ടെരിച്ച കണ്ണകി ചേര രാജധാനിയായ കൊടുങ്ങല്ലൂരിലേക്ക് പോകും വഴി ആറ്റുകാൽ എത്തിപ്പെടുന്നു. അന്നേരം കിള്ളിയാറിൽ കുളിച്ച് സന്ധ്യാവന്ദനം ചെയ്തുകൊണ്ടിരുന്ന മുല്ലവീട്ടിലെ കാർന്നൂർ ഒരു ബാലികയെ കാണുകയും ആ കുട്ടിയുടെ ആവശ്യപ്രകാരം പാലം കടത്തി വീട്ടിലേക്ക് കൊണ്ടുപോവുകയും ചെയ്യുന്നു. എന്നാൽ വീട്ടിൻ പടി കടക്കെ ബാലിക അപ്രത്യക്ഷയാകുന്നു. അന്ന് രാത്രി ഉറക്കത്തിൽ കാർന്നൂർ ആ കുട്ടിയെ സ്വപ്നം കാണുകയും ആ പെൺകുട്ടി ദേവി കണ്ണകിയുടെ അവതാരമാണെന്നും ദേവിയെ ആറ്റോലിൽ കുടിയിരുത്തണമെന്നും സ്വപ്നം നൽകുന്നു. പുലർച്ചെ കാർന്നൂർ കാവിൻ്റെ അടുത്തായി 3 വരകൾ കാണുകയും അവിടെ ഒരു ക്ഷേത്രം പണിയുകയും ചെയ്യുന്നു. അതാണ് നമ്മൾ ഇന്ന് കാണുന്ന ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം. വർഷത്തിൽ ഒരു ദിവസം ആറ്റുകാൽ അമ്മയ്ക്ക് പൊങ്കാല സമർപ്പിച്ച് കണ്ണകി ദേവി ചരിത്രം തോറ്റം പാട്ടായി പാടുകയും ചെയ്യുന്നു. അങ്ങനെ കേരളത്തിൻ്റെ ആത്മാവായ ആറ്റുകാൽ ഭഗവതി അമ്മ എല്ലാം എപ്പോഴും സംരക്ഷണമേകി
നമ്മളെ നയിക്കുകയും ചെയ്യുന്നു.